ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ വേറൊരു കൊച്ചു കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഈ ഗെയിമിംഗ് പി സിക്കുള്ളിലുള്ള ഈ ഗ്രാഫിക്സ് കാർഡ്. ഇത് ശരിക്കും ഒരു കുട്ടി കമ്പ്യൂട്ടറാണ്. വിശ്വാസം വരുന്നില്ലേ? ഞാനത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം പ്രധാനപ്പെട്ട ഗ്രാഫിക്സ് കാർഡുകൾ ഏതൊക്കെയാണെന്നും ഒരു ഗ്രാഫിക്സ് കാർഡിൽ എന്തൊക്കെ ഉണ്ടെന്നും ഗ്രാഫിക്സ് കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഐയുടെ വരവോടെ നമ്മുടെ വരും ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഗാഡ്ജറ്റാണ് എഞ്ചിനീയറിംഗ് വിസ്മയമായ ഗ്രാഫിക്സ് കാർഡ്. ഏകദേശം 3000 രൂപ ഒക്കെ വിലയുള്ള ശക്തി കുറഞ്ഞ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ കാണിക്കാൻ ഉപയോഗിക്കുന്ന NVIDIA GT710 മുതൽ ഏകദേശം 30,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ശക്തിമാനായ ഗെയിമിങ്ങിന് പറ്റിയ NVIDIA RTX 5060യും ഏകദേശം 30 ലക്ഷം രൂപ വിലയുള്ള വളരെ പവർഫുള്ളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന NVIDIA H100 വരെ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ PC വാങ്ങുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നത് ഗെയിമിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും 3D റെൻഡറിങ്ങിനും ഒക്കെ ആണെങ്കിൽ അതിലൊരു ഗ്രാഫിക്സ് കാർഡ് വേണം. ഇന്റൽ, AMD, NVIDIA എന്നീ കമ്പനികളാണ് ഇന്ന് പ്രധാനമായും ഗ്രാഫിക്സ് ചിപ്പ് ഉണ്ടാക്കുന്നത്. ആ ചിപ്പുകൾ ഉപയോഗിച്ച് ASUS, MSI, Zotac, Gigabyte, Sapphire എന്നിങ്ങനെ ഒരുപാട് കമ്പനികൾ ഗ്രാഫിക്സ് കാർഡുകൾ വിൽക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യവും ബഡ്ജറ്റും അനുസരിച്ച് വേണം ഗ്രാഫിക്സ് കാർഡ് തിരഞ്ഞെടുക്കാൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. നിങ്ങൾക്ക് തീരെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഏകദേശം 5000 രൂപ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന 4 GB VRAM-ഉള്ള സെക്കൻഡ് ഹാൻഡ് മോഡലുകളായ GTX 1050 Ti, GTX 1650 എന്നീ ഗ്രാഫിക്സ് കാർഡുകൾ നോക്കാവുന്നതാണ്. പഴയ ഗെയിമുകൾ കളിക്കാം, പക്ഷേ പുതിയ പല ഗെയിമുകളും ഇവയിൽ ഓടില്ല. നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് പുതിയത് തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ വേണമെങ്കിൽ ഏകദേശം 10,000 രൂപ റേഞ്ചിൽ RX 6500 XT 4GB അല്ലെങ്കിൽ RX 580 8GB വാങ്ങാം. RX 6500 XT പുതിയ മോഡൽ ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് അതിൽ റേ ട്രേസിംഗ് പോലുള്ള ഫീച്ചറുകളുണ്ട്. അതുകൊണ്ട് മിക്ക ഗെയിമുകളും RX 6500 XTയിൽ ഓടും. പക്ഷേ VRAM 4 GB ആയതുകൊണ്ട് പലതും ക്വാളിറ്റി കുറച്ച് ഓടിക്കേണ്ടി വരും. RX 580യിൽ 8 GB VRAM ഉള്ളതുകൊണ്ട് പഴയ ഗെയിമുകളൊക്കെ നല്ല ക്വാളിറ്റിയിൽ സ്മൂത്തായി കളിക്കാം. പക്ഷേ റേ ട്രേസിംഗ് തുടങ്ങിയ ഫീച്ചറുകൾ ഇല്ലാത്തതുകൊണ്ട് ചില പുതിയ ഗെയിമുകൾ ഇതിൽ ഓടില്ല. പുതിയ ഗെയിമുകളൊക്കെ കളിക്കണമെങ്കിൽ ഏകദേശം 15,000 രൂപയ്ക്ക് മുകളിൽ ചിലവാക്കി RTX 3050 6GB അല്ലെങ്കിൽ 8GB മോഡൽ വാങ്ങുക. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ 20,000 രൂപയിൽ താഴെ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന AMDയുടെ RX 6600 8GB ഗ്രാഫിക്സ് കാർഡാണ്. ഇതിൽ മിക്ക ഗെയിമുകളും 1080pയിൽ നല്ല സ്മൂത്തായിട്ട് ഓടും. ഏകദേശം 25,000 രൂപ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം 1440p ഗെയിമിംഗ് വരെ പറ്റുന്ന RTX 3060 12GB അല്ലെങ്കിൽ RX 7600 8GB ഒക്കെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങുക. പുതുപുത്തൻ ഗ്രാഫിക്സ് കാർഡുകളായ RTX 5060, RX 9060 XT തുടങ്ങിയ മോഡലുകളൊക്കെ വാങ്ങണമെങ്കിൽ 30,000 രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് വേണം. ഈ റേഞ്ചിൽ ഏറ്റവും നല്ലത് 16 GB VRAM ഉള്ള RX 9060 XT ആണ്. പൈസ ഉണ്ടെങ്കിൽ വില കൂടിയ RTX 5070 Ti, RTX 5080, RX 9070 XT ഒക്കെ 4K ഗെയിമിങ്ങിന് വേണ്ടി വാങ്ങാം. ഞാൻ ഈ കാണിച്ച ഗ്രാഫിക്സ് കാർഡുകളിൽ ഏത് നിങ്ങൾ ഉപയോഗിച്ചാലും അതൊരു കൊച്ചു കമ്പ്യൂട്ടറാണ്. അതുകൊണ്ടാണ് ഗ്രാഫിക്സ് കാർഡുകൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരുന്നത്. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇത് 6 വർഷം മുമ്പ് ഇറങ്ങിയ സൊട്ടാക്കിൻ്റെ 1660 സൂപ്പർ എന്ന ഗ്രാഫിക്സ് കാർഡാണ്. പഴയതാണെങ്കിലും അത്യാവശ്യം പവർഫുള്ളും 6 GB VRAM ഉള്ള ഈ കാർഡ് ഉപയോഗിച്ച് കുറച്ച് പഴയ ഗെയിമുകളൊക്കെ നല്ല സ്മൂത്തായിട്ട് കളിക്കാം. എന്നാൽ ഇതിൽ റേ ട്രേസിംഗ് തുടങ്ങിയ ഫീച്ചറുകൾ ഇല്ലാത്തതുകൊണ്ട് ചില പുതിയ ഗെയിമുകൾ ഓടില്ല. ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മോഡൽ 10,000 രൂപയിൽ താഴെ വിലയിൽ കിട്ടും. ഈ കാർഡ് എങ്ങനെ ഒരു കൊച്ചു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ആദ്യം കാണുന്നത് അതിൻ്റെ ക്യാബിനറ്റ് അഥവാ കേസ് ആണ്. ക്യാബിനറ്റ് കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻറ്റുകൾക്ക് സംരക്ഷണം നൽകുന്നു. ഈ ഗ്രാഫിക്സ് കാർഡിനും ക്യാബിനറ്റ് പോലെ ഒരു പുറംചട്ടയുണ്ട്. ഇത് ഗ്രാഫിക്സ് കാർഡിനുള്ളിലെ കമ്പോണൻറ്റുകളെ സംരക്ഷിക്കുകയും അതിലെ ചൂട് പുറത്തേക്ക് കളയാൻ സഹായിക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടർ ക്യാബിനറ്റിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ക്യാബിനറ്റിലെ ചൂട് പുറത്തേക്ക് തള്ളുന്ന അതിലെ ഫാനുകൾ. അതുപോലെ തന്നെ ഈ ഗ്രാഫിക്സ് കാർഡിൽ അതിനെ തണുപ്പിക്കാൻ 2 ഫാനുകളുണ്ട്. ഗ്രാഫിക്സ് കാർഡിൻ്റെ ശക്തി അനുസരിച്ച് 1, 2, 3 ഒക്കെ ഫാനുകളുള്ള മോഡലുകൾ വാങ്ങാൻ കിട്ടും. കമ്പ്യൂട്ടർ ക്യാബിനറ്റിലെ ഫാനുകൾ പോലെ തന്നെ ചൂട് കൂടുന്നതിനനുസരിച്ച് ഈ ഫാനുകളുടെ വേഗതയും കൂടും. ഒരു കമ്പ്യൂട്ടർ ക്യാബിനറ്റിൻ്റെ പുറകിൽ നമുക്ക് മദർ ബോർഡിൻ്റെ IO പോർട്ടുകൾ കാണാം. ഇവിടെയാണ് നമ്മൾ മൗസ്, കീബോർഡ് തുടങ്ങിയവ കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പുറകിലും പോർട്ടുകളുണ്ട്. അത് പക്ഷേ മോണിറ്റർ കണക്ട് ചെയ്യാനുള്ള HDMI ഡിസ്പ്ലേ പോർട്ട് എന്നിവയാണെന്ന് മാത്രം. ഈ കാർഡിൽ 3 ഡിസ്പ്ലേ പോർട്ടുകളും ഒരു HDMI പോർട്ടുമുണ്ട്. അതായത് നമുക്ക് 4 മോണിറ്റർ കണക്ട് ചെയ്യാം. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ക്യാബിനറ്റിൻ്റെ പുറകിൽ മെയിൻ സപ്ലൈയിൽ നിന്ന് ഒരു പവർ കേബിൾ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിന് പവർ കൊടുക്കാൻ കാർഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പവർ കണക്ടർ കാണും. കമ്പ്യൂട്ടറിലെ പവർ സപ്ലൈയിൽ നിന്നുള്ള കേബിളാണ് ഇവിടെ കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടറിൽ നമ്മൾ 230 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അത് 12 വോൾട്ട് ആണെന്ന് മാത്രം. എന്നാൽ ശക്തി കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡുകളുടെ മുകളിൽ പവർ കണക്ടർ കാണില്ല. അങ്ങനത്തെ ഗ്രാഫിക്സ് കാർഡുകൾക്ക് പവർ കിട്ടുന്നത് ഗ്രാഫിക്സ് കാർഡ് മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യുന്ന PCI സ്ലോട്ട് വഴിയാണ്. എന്നാൽ പരമാവധി 75 വാട്ട് വരെ പവർ മാത്രമേ ഈ സ്ലോട്ടിന് നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് പവർഫുള്ളായ ഗ്രാഫിക്സ് കാർഡുകളുടെ മുകളിൽ പവർ അനുസരിച്ച് 6 പിൻ, 8 പിൻ അല്ലെങ്കിൽ 2 8 പിൻ പവർ കണക്ടറുകൾ ഒക്കെ നൽകിയിരിക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ ഒരു പി സിയിലെ ക്യാബിനറ്റ്, പവർ ഇൻപുട്ട്, IO പോർട്ടുകൾ, ക്യാബിനറ്റ് ഫാനുകൾ ഒക്കെ ഒരു ഗ്രാഫിക്സ് കാർഡിലും ഉണ്ട്. ഇനി നമുക്ക് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഗ്രാഫിക്സ് കാർഡ് തുറക്കാൻ ആദ്യം ഈ സ്ക്രൂകൾ ഊരണം. എന്നിട്ട് പതുക്കെ ഇളക്കി ഗ്രാഫിക്സ് കാർഡ് തുറക്കാം. ഒട്ടിപ്പിടിക്കുന്ന തെർമൽ പേസ്റ്റും തെർമൽ പാഡും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബലം കൊടുക്കേണ്ടി വരും. അതുപോലെ ഫാനിൽ നിന്നുള്ള കേബിൾ താഴെ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഗ്രാഫിക്സ് കാർഡ് സൂക്ഷിച്ച് തുറക്കുക. ഇതിനുള്ളിൽ നമുക്ക് ഗ്രാഫിക്സ് ചിപ്പും അതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന തെർമൽ പേസ്റ്റും കാണാം. ഗ്രാഫിക്സ് ചിപ്പിൽ ഉറപ്പിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്കിലും തെർമൽ പേസ്റ്റ് കാണാം. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ കൊണ്ട് നനച്ച ടിഷ്യൂ ഉപയോഗിച്ച് നമുക്ക് ഈ പേസ്റ്റ് 2 സ്ഥലത്തു നിന്നും തുടച്ചു മാറ്റാം. ഒരു ഗ്രാഫിക്സ് കാർഡ് ഒരുപാട് വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ തെർമൽ പേസ്റ്റ് കട്ടിപിടിക്കും. അങ്ങനത്തെ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാകുകയും അതിൻ്റെ പെർഫോമൻസ് കുറയുകയും ചെയ്യും. അങ്ങനെയുള്ള ഗ്രാഫിക്സ് കാർഡിൽ പുതിയ തെർമൽ പേസ്റ്റ് ഇട്ട് നമുക്ക് ചൂടാകുന്ന പ്രശ്നം ഒഴിവാക്കാം. പുതിയ പേസ്റ്റ് ഇടുന്നത് ഞാൻ അവസാനം കാണിക്കാം. ഒരു കമ്പ്യൂട്ടറിലെ പ്രധാന ഭാഗമാണ് അതിലെ മദർ ബോർഡ്. അതുപോലുള്ള ഒരു ബോർഡ് ഗ്രാഫിക്സ് കാർഡിനുള്ളിലുമുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ കാണുന്ന മിക്ക സാധനങ്ങളും ഈ ബോർഡിലുമുണ്ട്. മദർ ബോർഡിൽ പ്രോസസ്സർ ഉള്ളതുപോലെ ഗ്രാഫിക്സ് കാർഡിൽ ഗ്രാഫിക്സ് ചിപ്പ് അഥവാ GPU ഉണ്ട്. മദർ ബോർഡിലെ പ്രോസസ്സർ നമുക്ക് എളുപ്പം ഊരി മാറ്റാം. എന്നാൽ ഇതിലെ ഗ്രാഫിക്സ് പ്രോസസ്സർ സോൾഡർ ചെയ്ത് ഇതിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് മാറ്റുന്നത് എളുപ്പമല്ല. ഈ കൊച്ചു ഗ്രാഫിക്സ് പ്രോസസ്സർ പ്രധാനമായും NVIDIA, AMD, Intel എന്നീ കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. ഈ GTX 1660 സൂപ്പറിലുള്ളത് NVIDIAയുടെ ചിപ്പാണ്. മദർ ബോർഡിൽ ഉപയോഗിക്കുന്ന CPU സാധാരണ 2 തൊട്ട് 32 കോറുകൾ വരെയാണുള്ളത്. ഈ കോറുകൾക്ക് നല്ല സ്പീഡുണ്ട്. എന്നാൽ ഗ്രാഫിക്സ് കാർഡിലെ GPUവിൽ ഒരുപാട് കോറുകൾ കാണും. പക്ഷേ ഈ കോറുകൾക്ക് CPUവിനെ അപേക്ഷിച്ച് സ്പീഡ് കുറവായിരിക്കും. ഉദാഹരണത്തിന് 1660 സൂപ്പറിൽ സ്പീഡ് കുറഞ്ഞ 1408 കോറുകളാണുള്ളത്. NVIDIA ചിപ്പിൽ ഇതിനെ കൂടാ കോറുകൾ എന്നാണ് വിളിക്കുന്നത്. സ്പീഡ് കുറവാണെങ്കിലും ഒരുപാട് കോറുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് ഓപ്പറേഷനുകൾ ഒരേ സമയം ചെയ്യാൻ GPUവിന് പറ്റും. കാണാൻ ഈ ഗ്രാഫിക്സ് പ്രോസസ്സർ ചെറുതാണെങ്കിലും കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഇതിനകത്തുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ നമ്മൾ ഇടുന്ന പ്രധാന ഒരു കമ്പോണൻ്റാണ് മെമ്മറി അഥവാ RAM. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിലും മെമ്മറി ചിപ്പുകളുണ്ട്. അത് ഊരാൻ എളുപ്പമല്ല എന്ന് മാത്രം. ഈ 1660 സൂപ്പർ കാർഡിൽ 1 GB 6 മെമ്മറി ചിപ്പുകളുണ്ട്. അതായത് മൊത്തം 6 GB വീഡിയോ റാം അഥവാ VRAM ഇതിലുണ്ട്. ശ്രദ്ധിക്കുക, VRAMൻ്റെ ആർക്കിടെക്ചർ PC-യിലെ റാമിൻ്റെ ആർക്കിടെക്ചറിൽ നിന്ന് വ്യത്യസ്തമാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ DDR4ഉം DDR5ഉം ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാഫിക്സ് കാർഡിൽ അത് GDDR6ഉം GDDR7ഉം ഒക്കെയാണ്. എന്നാൽ രണ്ടിൻ്റെ ഉപയോഗം മെമ്മറി ആവശ്യത്തിന് തന്നെയാണ്. ഈ മെമ്മറി ചിപ്പുകളെ തണുപ്പിക്കാൻ അതിൻ്റെ മുകളിൽ തെർമൽ പാഡുകളുണ്ട്. ഒരു PC-യിലെ വേറൊരു പ്രധാന കമ്പോണൻറ്റ് അതിലെ പവർ സപ്ലൈ അഥവാ PSU ആണ്. ഈ PSU നമ്മൾ കൊടുക്കുന്ന 230 വോൾട്ട് കറണ്ട് 12 വോൾട്ട്, 5 വോൾട്ട് എന്നിങ്ങനെ കുറച്ച് മദർ ബോർഡിനും CPUവിനും ഒക്കെ കൊടുക്കുന്നു. മദർ ബോർഡിലെ VRM അഥവാ വോൾട്ടേജ് റെഗുലേറ്റർ മോഡ്യൂൾ ഈ വൈദ്യുതിയെ പ്രോസസ്സറിനും മെമ്മറിക്കും ഒക്കെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചു കൊടുക്കുന്നു. ഒരു ഗ്രാഫിക്സ് കാർഡിലും ഇതുപോലുള്ള പവർ സിസ്റ്റം ഉണ്ട്. ഗ്രാഫിക്സ് കാർഡിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വഴിയിൽ കൂടെ പവർ കിട്ടും. അതിൻ്റെ താഴെയുള്ള PCI കണക്ടർ വഴിയും മുകളിലുള്ള പവർ കണക്ടറുകൾ വഴിയും. 12 വോൾട്ടിൽ കിട്ടുന്ന ഈ പവർ ഗ്രാഫിക്സ് കാർഡിലെ VRM മോഡ്യൂൾ നിയന്ത്രിച്ച് ഏകദേശം 1 വോൾട്ടാക്കി ഗ്രാഫിക്സ് ചിപ്പിനും മെമ്മറി ചിപ്പുകൾക്കും ഒക്കെ നൽകുന്നു. ഈ ബോർഡിൽ VRM മോഡ്യൂളിന് 6 സെപ്പറേറ്റ് പാരലൽ ഫേസുകളുണ്ട്. ഓരോ ഫേസിലും വോൾട്ടേജ് കുറയ്ക്കുന്ന മോസ്ഫെറ്റ് എന്ന കമ്പോണൻറ്റുകളും കറണ്ട് നിയന്ത്രിക്കുന്ന ഇൻഡക്ടർ അഥവാ ചോക്കും വോൾട്ടേജ് നിയന്ത്രിക്കുന്ന കപ്പാസിറ്ററും ഉണ്ട്. ഇതിലെ 4 ഫേസുകൾ ഗ്രാഫിക്സ് ചിപ്പിനും 2 മെമ്മറി ചിപ്പിനും പവർ കൊടുക്കുന്നു. പവർഫുള്ളായ ഗ്രാഫിക്സ് കാർഡുകളിൽ ഇതുപോലത്തെ ഒരുപാട് ഫേസുകൾ കാണും. ഉദാഹരണത്തിന് ഈ MSIയുടെ 1080 ഗ്രാഫിക്സ് കാർഡിൽ VRMന് 10 ഫേസുകളുണ്ട്. ഇങ്ങനെ ഫേസുകളുടെ എണ്ണം കൂട്ടുന്നത് ഓരോ ഫേസിൻ്റെയും കറണ്ട് കുറയ്ക്കാനാണ്. അല്ലെങ്കിൽ കൂടിയ കറണ്ട് കാരണം ഒരുപാട് ചൂടുണ്ടാവും. ഈ VRM കമ്പോണൻറ്റുകളെ നിയന്ത്രിക്കാനുള്ള ഒരു കൺട്രോളർ ചിപ്പും ഗ്രാഫിക്സ് കാർഡിലുണ്ട്. സാധാരണ ഒരു ഗ്രാഫിക്സ് കാർഡ് അടിച്ചു പോകുന്നത് അതിലെ VRM മോസ്ഫെറ്റ് അല്ലെങ്കിൽ VRM കൺട്രോൾ ചിപ്പൊക്കെ കേടാകുമ്പോഴാണ്. ഗ്രാഫിക്സ് പ്രോസസ്സർ കേടാകാനുള്ള സാധ്യത VRM കമ്പോണൻറ്റുകളെ അപേക്ഷിച്ച് കുറവാണ്. ഒരു കമ്പ്യൂട്ടർ മദർ ബോർഡിലെ മിക്ക കമ്പോണൻറ്റുകളും ഗ്രാഫിക്സ് കാർഡിൻ്റെ ബോർഡിലുമുണ്ട്. മദർ ബോർഡിലെ പോലെ ഗ്രാഫിക്സ് പ്രോസസ്സർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബയോസ് ചിപ്പ്, വോൾട്ടേജും ചൂടും ഒക്കെ മോണിറ്റർ ചെയ്യാനുള്ള സെൻസറുകൾ, ഫാനുകളും ഗ്രാഫിക്സ് കാർഡിൽ LED ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ അതും നിയന്ത്രിക്കാനുള്ള കൺട്രോളറുകൾ, ഫ്യൂസുകൾ, റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകളൊക്കെ ഈ ബോർഡിലുണ്ട്. ഒരു വ്യത്യാസമുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിലെ മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിസ്ക് സാധാരണ ഗ്രാഫിക്സ് കാർഡുകളിൽ ഇല്ല എന്നതാണ്. എന്നാൽ M.2 NVMe SSD ഡിസ്ക് ഇടാൻ പറ്റുന്ന ചില ഗ്രാഫിക്സ് കാർഡുകൾ വാങ്ങാൻ കിട്ടും. ഉദാഹരണത്തിന് ഈ ASUSന്റെ 4060 Ti ഡ്യുവൽ കാർഡിൽ നമുക്ക് M.2 SSD ഇടാം. ASUS ഒരു സൂത്രപ്പണി ഉപയോഗിച്ചാണ് ഇതിൽ SSD പ്രവർത്തിപ്പിക്കുന്നത്. സാധാരണ PCI സ്ലോട്ടിൽ 16 ലൈനുകളുണ്ട്. എന്നാൽ ഈ 4060 Ti കാർഡിന് അതിൽ 8 മാത്രം മതി. ബാക്കിയുള്ള 8 ലൈനിൽ 4 ഉപയോഗിച്ചാണ് SSDയെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒറ്റ M.2 NVMe SSD സ്ലോട്ട് മാത്രമുള്ള മദർ ബോർഡുകളിൽ ഈ ഗ്രാഫിക്സ് കാർഡ് ഇട്ടാൽ നമുക്ക് ഒരേ സമയം 2 NVMe ഡിസ്കുകൾ ഉപയോഗിക്കാം. ഗ്രാഫിക്സ് കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ചുരുക്കി പറയാം. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് കാർഡിന് PCI സ്ലോട്ട് വഴിയും മുകളിലെ കണക്ടർ വഴിയും പവർ കിട്ടുന്നു. ഈ ബോർഡിലെ PWM കൺട്രോളർ VRM മോഡ്യൂൾ ഉപയോഗിച്ച് ഈ പവർ നിയന്ത്രിച്ച് ഗ്രാഫിക്സ് ചിപ്പിനും മെമ്മറി ചിപ്പിനും നൽകുന്നു.
കമ്പ്യൂട്ടറിൻ്റെ CPU ഡിസ്പ്ലേ കാണിക്കാൻ ആവശ്യമായ ഡാറ്റ PCI സ്ലോട്ട് വഴി ഈ മെമ്മറി ചിപ്പുകളിൽ എത്തിക്കുന്നു. ഗ്രാഫിക്സ് ചിപ്പ് ഈ ഡാറ്റ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ച് കോടിക്കണക്കിന് കണക്കുകൂട്ടലുകൾ നടത്തി സ്ക്രീനിൽ കാണിക്കാനുള്ള ഡാറ്റ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഗ്രാഫിക്സ് ചിപ്പ് നല്ലപോലെ ചൂടാവും. ചൂട് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിക്സ് കാർഡ് ഫാനുകളുടെ വേഗത കൂട്ടി ആ ചൂട് പുറത്തേക്ക് തള്ളുന്നു. അവസാനമായി സ്ക്രീനിൽ കാണിക്കാനുള്ള ഡാറ്റ ഗ്രാഫിക്സ് കാർഡ് പുറകിലെ HDMI അല്ലെങ്കിൽ ഡിസ്പ്ലേ പോർട്ട് വഴി മോണിറ്ററിൽ എത്തിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ പുതിയ തെർമൽ പേസ്റ്റ് ഇടാം. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഗ്രാഫിക്സ് കാർഡുകളിൽ തെർമൽ പേസ്റ്റ് മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിക്കുമ്പം അത് പെട്ടെന്ന് ചൂടായി അതിൻ്റെ പെർഫോമൻസ് കുറയാൻ സാധ്യതയുണ്ട്. പുതിയ പേസ്റ്റ് ഇട്ട് ഈ കവർ അടച്ച് സ്ക്രൂ തുറപ്പിച്ച് നമുക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ സങ്കീർണമായ ഒരു കൊച്ചു കമ്പ്യൂട്ടറാണ് ഒരു ഗ്രാഫിക്സ് കാർഡ്. പവർഫുള്ളായ പുതിയ RTX 5090 ഗ്രാഫിക്സ് കാർഡിൽ 32 GB VRAM മെമ്മറിയും 20,000-ൽ പരം CUDA കോറുകളും 9200 കോടി ട്രാൻസിസ്റ്ററുകളുമുണ്ട്. ഇതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് 3 ലക്ഷം രൂപയിൽ കൂടുതൽ വില. ഏതാണ് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ്? കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ മെമ്പർ ആവുക. എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഗ്രാഫിക്സ് കാർഡുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.